ഇതെന്താ പൈസയൊക്കെ പൊക്കി പിടിച്ചിട്ട് വന്നിരിക്കണത് എന്നല്ലേ ആലോചിക്കുന്നത്. ഒരു നടന്ന കാര്യം ഞാൻ പറയാൻ വന്നതാണ് സഹോദരങ്ങളെ. പതിവ് പോലെ തന്നെ അതിവിശാലമായ പുരയിടം വിസിറ്റിന് ഇറങ്ങിയതാണ് സഹോദരങ്ങളെ. മരുഭൂമിയിൽ നിന്നും മറ്റൊരു മരുഭൂമിയിലേക്ക് വന്നുപെട്ട ഒരു പ്രതീതിയാണ് ഞാൻ ഇവിടെ കണ്ടത്. ആകെ എല്ലാ ചെടികളും കരിഞ്ഞുണങ്ങി നിൽക്കുന്ന ഒരവസ്ഥ. പറമ്പിലൊക്കെ ചുറ്റി നടന്നപ്പോൾ ആകെക്കൂടെ ഒരു ആശ്വാസം കണ്ടത്, അല്ലെങ്കിൽ ആശ്വാസം തോന്നിയത് എൻ്റെ ഈ കുറ്റിമുല്ല കണ്ടപ്പോഴാണ് കേട്ടോ. അത് നന്നായി പൂത്ത് നിൽക്കുന്നുണ്ട് നിറച്ചും. ബാക്ക് സൈഡിലുള്ള മാവ് ആദ്യമായിട്ട് കായ്ച്ചിട്ടുണ്ട്. അതിൽ 2 മാങ്ങ ഉണ്ടായിട്ടുണ്ട്. പിന്നെ 2 വാഴ കുലച്ചിട്ടുണ്ട്. ഞാൻ ഇല്ലാത്ത സമയത്ത് കാറ്റിലും മഴയിലും ഒരു നല്ലൊരു കൊലവാഴ പൊട്ടി വീണു എന്ന് ഇവിടുന്നും വിളിച്ച് പറഞ്ഞിരുന്നു എന്നോട്. പുറകുവശത്ത് മുഴുവനും പുല്ലും ചപ്പും നിറഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നും വീക്ഷിച്ച് നടക്കുന്നതിനിടയിൽ ഇവിടെ നിന്നും എനിക്കൊരു 50 രൂപ കളഞ്ഞു കിട്ടി മണ്ണിൽ നിന്നും സഹോദരങ്ങളെ. ആ പൈസ കയ്യിലെടുത്തതും എൻ്റെ കണ്ണ് പല വർണ്ണങ്ങളിൽ മഞ്ഞളിച്ചു. എനിക്കെന്താണ് പറ്റിയത് സഹോദരങ്ങളെ? കൊന്നമരം പൂത്തുലഞ്ഞതാണോ? അതിൽ നിന്നും അടർന്നു വീണ പൈസയായിരിക്കുമോ ഇത്? അതോ മാനത്ത് നിന്നെങ്ങാനും പൊട്ടി വീണതാണോ? അതുവഴി വല്ല എയ്റോപ്ലെയിനോ ഹെലികോപ്റ്ററോ വല്ലതും പോയി കാണുമോ? അത് അങ്ങനെ സംഭവിച്ചതായിരിക്കുമോ? എൻ്റെ ബുദ്ധി റോക്കറ്റ് പോലെ കുതിച്ചു. അതോ കുന്നത്ത് സൂര്യൻ ഉദിച്ചതിൻ്റെ പ്രകാശമാണോ താഴെ പതിച്ചിരിക്കുന്നത്? എന്തല്ലേ എൻ്റെ ബുദ്ധി. ഞാൻ മുമ്പൊരിക്കൽ ഒരു TV-യിൽ പ്രോഗ്രാം കാണാൻ ഇട വന്നിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റേജ് ഷോയിൽ വെച്ചിട്ട് ഒരു നടൻ വളരെ രസകരമായിട്ട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന് കുറച്ച് കാശ് കിട്ടിയാൽ എന്താ കയക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അത് ശരിയല്ലേ? നമ്മളിൽ ആർക്കെങ്കിലും അഥവാ നിങ്ങൾക്കാർക്കെങ്കിലും കാശ് കിട്ടിയാൽ അത് കയക്കുമോ? ഇനി അഥവാ കയച്ചാൽ തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാരയോ തേനോ എടുത്ത് കഴിച്ച് ആ കയപ്പങ്ങ് മാറ്റാമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ പൈസ കൊടുത്തിട്ട് ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങാൻ പോവുകയാണ്. ഒരു ഭാഗ്യപരീക്ഷണം നടത്താമല്ലോ. ഇനി നമുക്ക് കാശ് കിട്ടിയാൽ, ലോട്ടറി അടിച്ചാൽ, അതിൻ്റെ പ്രൈസ് മണി കിട്ടിയാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. കിട്ടിയാൽ ഊട്ടി, പോയാൽ ചട്ടി.